ദ്രാവിഡ ദേവതകളെ നമ്മൾ പൂജിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടോ? ചില ആളുകൾ പറയും അങ്ങനെ പോകുന്നത് വളരെ മോശമാണ്. അതായത് ഇപ്പോൾ യഥാർത്ഥ കൗളാചാരി യഥാർത്ഥ സമയാചാരി ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് ധ്യാനിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥ സമയാചാരം. ഇപ്പോൾ യഥാർത്ഥ കൗളാചാരം എന്താണ്? യഥാർത്ഥ കൗളാചാരത്തിലെ മദ്യത്തെ പറ്റി പറയുന്നത് അമൃതധാരയായിട്ടാണ്. മാംസം എന്ന് പറയുന്നത് സുഷുമ്നാ നാഡിയാണ്. മത്സ്യം എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയുടെ പുളച്ചിലാണ്. എല്ലാ താന്ത്രികരും മന്ത്രവാദികളും ആദ്യം മനസ്സിലാക്കണം, നമ്മൾ വലിയ കേമന്മാരൊന്നുമല്ല. നമുക്ക് പോരായ്മ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പോരായ്മ ഇല്ലാത്തവനാണെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരെ. അപ്പോൾ കോണം കൊടുക്കുന്ന നാഗസന്യാസി മോശവും മൂടിക്കെട്ടുന്ന ഒരു കേമാണെന്നും പറയാൻ പാടില്ല. മൂർത്തി സങ്കല്പങ്ങൾ ഒരു തലം കഴിഞ്ഞാൽ മൂർത്തി സങ്കല്പങ്ങൾക്ക് വെറും നിസ്സാരത മാത്രമേ ഉള്ളൂ. അതായത് ഒരാൾ തന്നെ എല്ലാ വേഷത്തിലും വരുന്ന പോലെ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ക്ഷേത്രങ്ങൾ, ചെറിയ വിളക്ക് കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങൾ, അതൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നതല്ലേ ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്? അല്ല, ഇതിനകത്ത് അത് ആചരിക്കുന്നവരുടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ശരിയാണ്, അത് പ്രശ്നമാണ്. പക്ഷെ അതിന് ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ ഈ ആക്ഷേപിക്കാനോ അവരെ മാത്രം ചീത്ത പറയാനോ പോരുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സമൂഹം, അന്നത്തെ കേരള സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കൂട്ടുത്തരവാദിത്തത്തിൽ പെടുന്നതായത്, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കൂട്ടുത്തരവാദിത്തത്തിൽ പെട്ടതാണ് ഇങ്ങനെ ആക്കിയതൊക്കെ. അത് കുറച്ചുകൂടെ നന്നാവണമെന്നും നമ്മുടെ ദേവതകൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കട്ടെ എന്നൊക്കെ കരുതുന്ന മനസ്സിലെ ആളുകളുടെ ആഗ്രഹങ്ങളല്ലേ ഇതിനകത്തേക്ക് വരുന്നത്. ദേവതയ്ക്ക് മരച്ചോട്ടിലിരിക്കാനായിരിക്കും ആഗ്രഹം. അവിടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബക്കാർക്ക് ദേവതയെ ശ്രീകോവിലിരുത്തി സ്വർണം കൊണ്ടുള്ള അങ്കി വയ്ക്കണം എന്നാവും അവരുടെ ആഗ്രഹം. ഇതിനിടയ്ക്ക് പെട്ടുപോയ ചില തന്ത്രിമാരുണ്ട്. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതുകൊണ്ട് ഉപജീവനം കഴിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരും ഇതിനകത്ത് പെട്ടുപോയി. അതിൻ്റെ കുഴപ്പങ്ങൾ അവരും അനുഭവിച്ചു. നമ്മൾ പറയുമ്പം ഒരു സൈഡിൽ മാത്രം പറയരുത്. അപ്പോൾ അങ്ങനത്തെ അത്ര അവരുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ചെറിയ വൈകല്യമുള്ള കുട്ടികളും അങ്ങനെയൊക്കെ ഒരുപാടുണ്ടായി. ദുരിതങ്ങളും വിവാഹം കഴിയാത്ത അവസ്ഥയും വൈധവ്യവും ഒക്കെ അവരുടെ കുടുംബങ്ങളും ഉണ്ടായില്ലേ. അത് മനഃപൂർവ്വം ആരെങ്കിലും അവനവന് കുഴപ്പം വരുന്ന പണി ആരെങ്കിലും ചെയ്തു വയ്ക്കുമോ? ഇതൊക്കെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകളാണ്. നമ്മളങ്ങനെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് ആളുകളോട്, ഇല്ലേ? ഈ അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ദ്രാവിഡ ദേവതകളെ നമ്മൾ പൂജിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടോ? ചില ആളുകൾ പറയും അങ്ങനെ പോകുന്നത് വളരെ മോശമാണ്. അതായത് ഇപ്പോൾ പഞ്ചമകാരങ്ങൾ വെച്ച് പൂജിക്കുന്ന രീതിയിലാണെങ്കിൽ പോകുന്നത് പോലും വളരെ മോശമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഞാനത് ഒന്നും, അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. നമുക്ക് താല്പര്യം നമ്മൾ ചെയ്യാതിരിക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക. നമുക്ക് അവിടെ പോയിട്ട് അത് മോശമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചെയ്യുന്ന അവരുടെ ശരിയാണ്. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടോത്രമാണ്, മന്ത്രവാദമാണ്, അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഇന്ന് പല ഇപ്പോൾ ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും അവിടെ കൂടോത്രമാണ് നടക്കുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ചിലരുടെ ഒരു ഐഡിയോളജി ആയിരിക്കാം ഈ ക്ഷേത്രങ്ങളിൽ പോയി നടത്തുന്ന പൂജകൾ മാത്രമാണ് നല്ല പൂജ, ബാക്കിയുള്ളതെല്ലാം മോശവും കൂടോത്രവുമാണ് എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്. അത് ഈ ഒരു സമ്പ്രദായത്തിന് മോശം വരുമോ? ഇല്ല. ക്ഷേത്ര പദ്ധതി പൊതുവെ ശാന്തി എന്ന് പറയുന്ന ഈ 6 കർമ്മങ്ങളിലെ ശാന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം പുറത്തു തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ശത്രുദോഷ നിവാരണത്തിനായിക്കൊണ്ട് ഒരു ഭഗവതി സേവ നടത്തുന്നു. ആ ഭഗവതി സേവയിൽ സർവബാധ പ്രശമന മന്ത്രം 10,000 സംഖ്യ നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നു. അപ്പോൾ ഈ ശത്രുക്കൾ നശിക്കാൻ വേണ്ടിയാണ് അവിടെയും ചെയ്യുന്നത്. ശത്രുവിനെ പറഞ്ഞ് നേരാക്കുമല്ല അപ്പോഴും സംഭവിക്കുന്നത്. അടി കൊടുക്കേണ്ടടുത്ത് അടി കിട്ടും. നിയതി നിശ്ചയിച്ചിട്ടുണ്ട്. അടിക്കാൻ നിശ്ചയിച്ചാൽ അടിക്കും. നമ്മളെന്ത് ചെയ്താലും, നിങ്ങൾ എന്ത് മന്ത്രവാദം ചെയ്താലും ഇത് ഫലിക്കാനായിട്ട് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടേ ഇത് ഫലിക്കും, അല്ലാതെ ഫലിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഏത് ദേവതയായാലും പ്രകൃതിയിൽ നിന്ന് ഭിന്നമാണോ ഈ ദേവതയൊക്കെ? അല്ല. മൂലപ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും ഭിന്നമാണോ ഈ ദേവത? അല്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഉള്ളതല്ലേ. പിന്നെ എന്താണ് അതിനകത്ത് വ്യത്യാസം? ഫലിക്കണമെങ്കിൽ ആ ദേവതകളുടെ പ്രസാദം കൂടി ഉണ്ടായാലേ പറ്റുള്ളൂ. പ്രകൃതി തീരുമാനിക്കാതെ നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. അവർ ചെയ്യുന്ന അവരുടെ ആചാരപരമായ വാമാചാരം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അത് അവർ ഭംഗിയായി ചെയ്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് വാമാചാരത്തോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാമാചാരത്തിൽ പോവുക. നിങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല, വാമാചാരം തന്നെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം പായസവും പുഷ്പാഞ്ജലിയൊക്കെയാണ്, നിങ്ങൾ ദക്ഷിണാചാരം ഉണ്ട് ഇവിടെ, നിങ്ങളിത് പിന്തുടർന്നോ? ഇനി നിങ്ങൾക്ക് അതും താല്പര്യമില്ല, ഒരു പൂവെടുത്തിടാൻ പോലും എനിക്ക് താല്പര്യമില്ല, ഇതൊന്നും ശരിയല്ല, നമ്മൾ അടങ്ങിയിരുന്നാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സമയാചാര പദ്ധതിയിലേക്കോ ഒന്നും വേണ്ട, ജപം മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥ കൗളാചാരം എന്താണ്? യഥാർത്ഥ കൗളാചാരത്തിലെ മദ്യത്തെ പറ്റി പറയുന്നത് അമൃതധാരയായിട്ടാണ്. മാംസം എന്ന് പറയുന്നത് സുഷുമ്നാ നാഡിയാണ്. മത്സ്യം എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയുടെ പുളച്ചിലാണ്. മൈഥുനം ശിവശക്തി സംയോഗമാണ്. മുദ്രകൾ ദശമഹാമുദ്രകളാണ് ഈ ഇതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനുള്ള.
യഥാർത്ഥ കൗളാചാരി യഥാർത്ഥ സമയാചാരി ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഇരുന്ന് ധ്യാനിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥ സമയാചാരം. യഥാർത്ഥ കൗളാചാരവും ഇരുന്ന് ധ്യാനിക്കൽ തന്നെയാണ്. അതിന് ഉള്ളിൽ ഇത് ചെയ്യാൻ ശേഷിയില്ലാത്തവരാണ് പുറത്ത് പൂവെടുത്തിട്ട് ഇതെല്ലാം പണിയെല്ലാം എടുക്കുന്നത്. ഉള്ളിൽ അത് ചെയ്യാൻ ശേഷിയില്ലാത്തവരാണ് പുറത്ത് ഈ പണിയെല്ലാം എടുക്കേണ്ടി വരുന്നത്. ഇത്രയും ശേഷിയുള്ള ആളാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ശ്രേഷ്ഠമായിട്ടുള്ള പണി അറിയാവുന്ന ഒരാൾക്ക് ഇതൊന്നും ആവശ്യം വെറുതെ ഇരുന്നപ്പോരെ. നമ്മളൊരു പൂജയെങ്കിലും കഴിക്കേണ്ടി വരുന്നത് ഒരു മന്ത്രവാദം എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത് പൂർവ്വജന്മ ദുഷ്കൃതം കൊണ്ടാണ്. പൂർവ്വജന്മ സുഹൃതിയായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അയാളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ ആനന്ദം ഉണ്ടാവും. ഇപ്പം ശ്രീബുദ്ധനെ കണ്ട മാത്രമേ തന്നെ മറ്റേ ഇയാളുണ്ടല്ലോ അങ്കുലിമാലൻ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് കാലിലേക്ക് വന്ന് ബുദ്ധനെ കൊല്ലാനായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓറയ്ക്കുള്ളിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ആയുധം എടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഈ അങ്കുലിമാലകളെല്ലാം ദൂരെ കളഞ്ഞിട്ട് ഓടി വന്ന് കാലിൽ കെട്ടിപ്പിടിക്കുക ചെയ്തത്. അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ ശാന്തി ഉണ്ടാവും. ഈ പണിയൊന്നും എടുക്കേണ്ടി വരില്ല. തമ്മി അടിച്ചിട്ട് ശാന്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും ഒരു പൂജയെങ്കിലും കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ ദുരിതം കൊണ്ടും ദുഷ്കൃതം കൊണ്ടുമാണെന്ന് ആദ്യം എല്ലാ താന്ത്രികരും മന്ത്രവാദികളും ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വലിയ കേമന്മാരൊന്നുമല്ല. നമുക്ക് പോരായ്മ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പോരായ്മ ഇല്ലാത്തവനാണെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരെ. അപ്പോൾ പരമാവധി ഈ കർമ്മങ്ങൾക്ക് വിട്ട് കുറച്ച് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് അത്യാവശ്യങ്ങൾക്ക് മാത്രം കഴിച്ച് അങ്ങനെ നമ്മളിതിനെ കുറയ്ക്കണം. അല്ലാണ്ട് തലമുറകളോളം ഇനി വരുന്ന 500 ജന്മവും ഈ പണി തന്നെ എടുക്കാൻ വേണ്ടി വിചാരിക്കരുത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട്, ഇല്ലേ? എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മുമ്പിൽ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം തുടങ്ങുന്നിടത്ത് എൻ്റെ സ്വാതന്ത്ര്യം അവസാനിച്ചു. ഞാൻ എന്ത് വേഷം ധരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, ഇതൊക്കെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്, ഇല്ലേ? പൂർണ്ണമായിട്ടും മൂടിക്കെട്ടി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെയാണ് കോണ കൊടുത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ കോണ കൊടുക്കുന്ന നാഗസന്യാസി മോശവും മൂടിക്കെട്ടുന്നവർ കേമാന്നും പറയാൻ പാടില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. ഭാരതത്തിൽ പ്രത്യേകിച്ചും നിയമം മൂലം അതുണ്ട്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവരെ അവരെ അത് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം. അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മുടെ കാര്യം നോക്കുക. നിങ്ങൾക്ക് ഇതുമായി യോജിക്കാൻ പറ്റുന്നില്ല, ഈ പദ്ധതി ശരിയല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് യോജിക്കാവുന്ന പദ്ധതി ഇരിപ്പുണ്ടെന്ന്. നമ്മളതല്ല. ഇപ്പം നമ്മുടെ ദേവതകളെ നോക്കി ആണും പെണ്ണും അല്ലാതെ പക്ഷിയായിട്ട് മൃഗമായിട്ട് പറക്കുന്നത് എഴയുന്നത് സകല സംഗതികളും ഉണ്ട് ദേവതാഗണത്തിൽ, ഇല്ലേ? അതെ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മനുഷ്യർക്ക് യോജിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തോട്ടെ. എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ കലാമണ്ഡലം കൃഷ്ണനായർ വേഷം കെട്ടിയ പോലെ ഉള്ളൂ. അതായത് മൂർത്തി സങ്കല്പങ്ങൾ ഒരു തലം കഴിഞ്ഞാൽ മൂർത്തി സങ്കല്പങ്ങൾക്ക് വെറും നിസ്സാരത മാത്രമേ ഉള്ളൂ. അതായത് ഒരാൾ തന്നെ എല്ലാ വേഷത്തിലും വരുന്ന പോലെ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ? അതെ. ഞാൻ വേറെ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാനായിട്ട് ഒരു കടയിലിരിക്കുകയാണ്, ഞാൻ ബിസിനസ്സുകാരനായില്ലേ, കച്ചവടക്കാരനായില്ലേ? ഇങ്ങനെ എൻ്റെ എല്ലാ സംഗതികൾക്കും മാറ്റം വരും. ഇപ്പം സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയാറുണ്ട്. അപ്പം മറ്റുള്ളവരുടെ ധർമ്മം ആശ്രയിക്കാതെ അവനവൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ശ്രേഷ്ഠത എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഭയം ഉണ്ടാകാതിരിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ശരി, ഈ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ ആശ്രയിച്ചാണ് ധർമ്മം നിലനിൽക്കുന്നത്? ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ആശ്രയിച്ചിട്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്തോ അതാണ് ധർമ്മം. അപ്പോൾ വർണ്ണത്തെ ആശ്രയിച്ചിട്ടാണ് ധർമ്മം നിലനിൽക്കുന്നത്. ഓരോ വർണ്ണത്തിലുള്ളവർക്കും ഓരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? വർണ്ണം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഗുണവും കർമ്മവും മാറുമ്പോൾ എന്ത് മാറും? വർണ്ണവും മാറും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത്രയും നിസ്സാരമാണിത്. ഇപ്പം എന്നെ അധ്യാപകനായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ വർണ്ണം ബ്രാഹ്മണനാണെന്ന് വയ്ക്കുക. എൻ്റെ ഗുണവും കർമ്മവും അനുസരിച്ചിട്ട് എൻ്റെ വർണ്ണം അതാണ്. അപ്പോൾ അതിൻ്റെ ധർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത്. അതിനിടയിൽ ഞാൻ അതിനകത്തൂടെ തുണിക്കച്ചവടത്തിന് പോയാൽ ഞാൻ എന്തായി? വ്യാപാരി ആയിപ്പോയില്ലേ? അത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പൈസ മേടിച്ചിട്ട് പാസ്സാക്കിയാലോ? അപ്പോൾ അവിടെ ഈ വർണ്ണത്തിൻ്റെ സങ്കരം ഉണ്ടാകുമ്പോൾ ഇതാണ് എന്ന് വെച്ചാൽ ഒരാൾ ജനിച്ചതുകൊണ്ട് അയാൾ ഇന്ന വർണ്ണത്തിലാണെന്നും ഇന്ന ധർമ്മം അയാൾ പാലിക്കാവുന്നും അല്ല. വർണ്ണം ഓരോ സാഹചര്യത്തിലും മാറാം. വർണ്ണം മാറിയാൽ ധർമ്മം മാറും, ഗുണം കർമ്മവും മാറും. ഗുണവും കർമ്മവും മാറിയാൽ ധർമ്മത്തിനും മാറ്റം വരും. അപ്പോൾ കൊണ്ട് ഇങ്ങനെ ഈ ജാതീയമായിട്ടുള്ള വൽക്കരണം, ജാതീയതയിൽ നിന്നുണ്ടായ ഈ ഒരു ധർമ്മവൽക്കരണം എന്ന് പറയുന്നത് എപ്പോഴോ സംഭവിച്ചു പോയൊരു എററാണ്. എറർ
അതിന് കുഴപ്പമാണ് ശരിക്കും. അതിനെ പിൻപറ്റാൻ പാടില്ല, അത് വിട്ടുകളയുക. ഗുണം കർമ്മവും അവനവനാണ് തീരുമാനിക്കുന്നത്. അവനവൻ എന്ത് വർണ്ണമാണ്, എന്ത് ധർമ്മമാണ് ചെയ്യേണ്ടത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വേറൊരാളുടെ കാര്യത്തേക്ക് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമേ ഇല്ല. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. നിങ്ങൾ ജീവിക്കുക, നിങ്ങളെപ്പോലെ ജീവിക്കാൻ എനിക്കും അധികാരം അവകാശമുണ്ട്, അതുപോലെ അദ്ദേഹത്തിനുമുണ്ട്, അതുപോലെ ഈ ലോകത്തുള്ള സകല സാധനത്തിനും ഉണ്ട്. എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് അല്ലേ? ഒരു പാമ്പ് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അത് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ പെരയ്ക്കകത്തേക്ക് കയറുമ്പോഴാണ് അടി കൊള്ളുന്നത്. അതെ, ശരിയല്ലേ? അതുവരെ കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. പരസ്പരം കൊളൈഡ് ചെയ്യാതെ, പരസ്പരം കൂട്ടിമുട്ടാതെ, പരസ്പരം പൊട്ടിത്തെറിക്കാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രകൃതിയുടെ ധർമ്മം. ഈ പ്രകൃതി പറയുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ ഭക്ഷണ ശൃംഖല എന്ന് പറയുന്ന ഒന്നുണ്ട്, പക്ഷെ അപ്പോഴും അവരവരുടെ ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭക്ഷണത്തിനായിക്കൊണ്ട് കൊല്ലുന്നുണ്ട്, കൊല്ലാൻ വേണ്ടി കൊല്ലുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചുമ്മാ തല്ലിക്കൊല്ലല്ല ചെയ്യുന്നത്. അപ്പം മൃഗങ്ങളെ നോക്കുമോ, വിശക്കുമ്പോഴാണ് ഇര പിടിക്കുന്നത് അല്ലേ? അല്ല, നമ്മൾ കഥയിലേ ഉള്ളൂ, പഞ്ചതന്ത്രം കഥയിലേ ഉള്ളൂ, എലിയും പൂച്ചയും വർഗ്ഗശത്രുക്കൾ, അവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ കഥകളാണ്. അതല്ല, എല്ലാവർക്കും ഇതേ പോളിസിയിൽ എല്ലാവരും ജീവിച്ചാൽ മതി. പ്രത്യേകിച്ച് മനുഷ്യൻ വിശേഷബുദ്ധി ഉണ്ടെന്ന് പറയപ്പെടുന്ന മനുഷ്യർ കുറേയും കൂടി മുകളിലാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് പലപ്പോഴും താഴെയാണെന്നാണ് തോന്നാറ്. എന്നാൽ പോലും ഉണ്ടെന്ന് ആചാര്യന്മാരുൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ ലീവ് ആൻഡ് ലെറ്റ് ലീവിന് വിടാതെ ഇരുന്നാൽ, ജീവിക്കാൻ അനുവദിക്കാതെ ഇരിക്കുകയും ചെയ്താൽ, എന്തെങ്കിലും ആചാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സംഘടനയുടെ പേരിലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ നമ്മൾ യോഗ്യനാണോ? അല്ല.